ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ശാലിനി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രശാന്തിന്റെ അറസ്റ്റ്. അത് എപ്പോഴേക്കും ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചിന്തകളിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് തന്നെ ഈ അറസ്റ്റ് നടപടികൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണോ പ്രതീക്ഷിക്കുന്നത് ശാലിനി? പ്രജിത്ത്, അത്തരത്തിൽ തന്നെയാണ് നടപടികൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നീക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2019 2025 കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആകാംക്ഷയുണ്ട്. കാരണം ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതാണ്. അതിനു മുൻപ് വാസു അടക്കമുള്ള ദേവസ്വം ബോർഡിലെ നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ണികൾ ഈ കേസിന്റെ പ്രധാനപ്പെട്ട പ്രതികളായി മാറുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നതുമാണ്. ഇതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് അടുത്ത കാലഘട്ടത്തിലെ ഇരുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിപ്പട്ടികയിലേക്ക് വരുന്നതും പ്രതിയായി അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാധ്യതകളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ജൂൺ 29 SIT സംഘം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ നിർണായകമായ പ്രതികളിൽ ഒരാളായി PS പ്രശാന്ത് മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ SIT സംഘം നൽകാനൊരുങ്ങുകയാണ്. അതിനു മുൻപ് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി ആ രേഖകൾ കൂടി ഹാജരാക്കാനാണ് ഇപ്പോൾ SIT സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജൂൺ 29 പ്രതിപട്ടികയിലേക്ക് PS പ്രശാന്തിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ കൃത്യമായി പ്രശാന്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചനകൾ, ഒപ്പം തന്നെ ആദ്യ സ്വർണ്ണ കവർച്ച മറയ്ക്കാനായി രണ്ടാമത് വീണ്ടും ഒരു സ്വർണ്ണ കവർച്ച നടത്തുക, അതിൽ നിന്ന് സ്വർണം അവിടെ നിന്നും ഉരുക്കി മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ, വ്യാജരേഖ ചമയ്ക്കൽ, ആ വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം, ഇതൊക്കെ SIT സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം രാഷ്ട്രീയ നിയമനങ്ങളുടെ ഭാഗമായി ശബരിമലയിലേക്ക് എത്തിയ, ബോർഡിലേക്ക് എത്തിയ പല നേതാക്കന്മാരും ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ കേസ് നിർണായകമായ അന്വേഷണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന PS പ്രശാന്തും മറ്റു 3 പേരെയും ഇന്ന് അറസ്റ്റ് ചെയ്യാനായി SIT സംഘം ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ ആ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത്ത്, പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇഞ്ചക്കലുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഓഫീസിന്റെ പരിസരത്താണുള്ളത് എന്നുള്ളതാണ്. പ്രശാന്ത്, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നേരത്തെ ഈ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള SIT-യുടെ നടപടികളെ പറ്റിയൊക്കെയുള്ള വിമർശനങ്ങളും ഉയർന്നതാണ്. മറ്റ് പലരെയും ചോദ്യം ചെയ്യുമ്പോൾ വിവരങ്ങൾ ആദ്യം പുറത്തുവിടുകയും, എന്നാൽ PS പ്രശാന്തിന്റെയും കടകംപള്ളിയുടെയും ഒക്കെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രശാന്തിനെയും മറ്റ് 3 പേരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി അന്വേഷണ സംഘം പോകുമ്പോൾ നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എത്ര വേഗത്തിലാണ് SIT-യുടെ നടപടികൾ പുരോഗമിക്കുന്നത് പ്രശാന്ത്? പ്രജിത്ത്, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് 2025 ഭരണസമിതിയുടെ ക്രമക്കേട്, 2025 ഭരണസമിതിയും സ്വർണം ഇത്തരത്തിൽ ഒരുക്കി മാറ്റാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയുടെ ക്രമക്കേടുകളോടുകൂടി അന്വേഷണത്തിലേക്ക് വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. നാളെയാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി വന്നിരിക്കുന്നത്. ഇതിനുള്ളിൽ ആണ് അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ അന്വേഷണ സംഘം ശേഖരിച്ചതിന് അപ്പുറത്തേക്കായി കൂടുതൽ വിവരങ്ങൾ ഇനി അറിയണമെങ്കിൽ അത് അന്നത്തെ ഭരണസമിതിയുടെ അധ്യക്ഷൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെയും മറ്റ് 3 അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തേണ്ടിയിരിക്കുന്നു, കസ്റ്റഡിയിൽ എടുക്കേണ്ടിയിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ PS പ്രശാന്തിൻ്റെ അറസ്റ്റ് കൂടി അനിവാര്യമായി വന്നിരിക്കുന്നത്. അതിൻ്റെ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം നടത്തി, പ്രത്യേക അന്വേഷണ സംഘം നടത്തി. കഴിഞ്ഞ ദിവസം ഇന്നലെയും അറസ്റ്റിനുള്ള നീക്കങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ന്
വീണ്ടും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വൈകാതെ തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ PS പ്രശാന്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും. കാരണം പ്രശാന്തിൻ്റെ അറസ്റ്റ് അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ആരംഭിക്കുന്നത് പോലും 2025 ഈ സ്വർണ്ണ പാളികൾ അത് സ്വർണം പൂശുന്നതിൻ്റെ ഭാഗമായിട്ട് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ ഈ ക്രമക്കേടുകളെല്ലാം പുറത്തു വരുന്നത്. അന്ന് അന്വേഷണം ആദ്യം ഈ 2025 കേസാണ് അന്വേഷിക്കുന്നതെങ്കിൽ തുടർന്നാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുകയും തുടർന്ന് ഇത്തരത്തിൽ കേസ് പിന്നോട്ട് പോവുകയും 2018 അഴിമതി നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട്, സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്നടക്കമുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് പുതിയ അന്വേഷണ സംഘം ഏറ്റെടുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്താൻ തയ്യാറെടുക്കുകയും ഈ പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ചുള്ള അന്വേഷണം വിജയ് മില്ലെ സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ട് നൽകി അത് പിന്നീട് ഇടത് ഭരണ സമയത്ത് ആ സ്വർണ്ണപ്പാളികൾ വീണ്ടും ഇത്തരത്തിൽ ഒരുക്കി മാറ്റി എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ലഭിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അന്വേഷണം തുടരുന്നു. തുടർന്ന ഘട്ടത്തിലെല്ലാം ഇത്തരത്തിൽ ഈ 2025 കാലഘട്ടത്തിലെ ഭരണസമിതി സേഫായി നിന്നതാണ്. ആ സമയത്ത് അന്വേഷണം നടത്താൻ ഈ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. പിന്നീട് ചോദ്യം ചെയ്യൽ വിളിപ്പിക്കും പോലും ഈ PS പ്രശാന്തിന്റെ ആയാലും ശരി, അന്നത്തെ ദേവസ്വം മന്ത്രി നിലവിൽ നേരത്തെയുള്ള ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അടക്കം ഉള്ള ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെല്ലാം അതീവ രഹസ്യമായി ക്രൈംബ്രാഞ്ച് വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ 2025 സ്വർണം ഉരുക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു അന്വേഷണം നടന്നിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഈ 2025 ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തുടർന്ന് അതുകൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഈ സ്വർണം ഉരുക്കി മാറ്റുന്നതിനുള്ള ശ്രമം PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും നടത്തി എന്ന കൃത്യമായ വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് അന്വേഷണം നടത്തുകയും അത് കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിന്റെ അറസ്റ്റ് കൂടി അനിവാര്യമായി വരുന്നത്. എന്താണ് സംഭവിച്ചതെന്നും അതോടൊപ്പം തന്നെ ഈ ഉരുക്കി മാറ്റാനുണ്ടാക്കിയ സാഹചര്യം, അതോടൊപ്പം തന്നെ തുടർന്ന് ആ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി PS പ്രശാന്തിന്റെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും അറസ്റ്റ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. PS പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പ്രത്യേക അന്വേഷണ സംഘം നീളുന്നു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വഴിത്തിരിവിലേക്കായിരിക്കും ഇത് നീങ്ങുക. പ്രശാന്ത്, എന്തായാലും പ്രശാന്ത് നൽകിയ വിവരങ്ങൾ വ്യക്തമാണ്. ഇനി ശാലിനിയിലേക്ക് കൂടി ഒരു വട്ടം പോകേണ്ടതുണ്ട്. ശാലിനി, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ പല വിവരങ്ങളും വളരെ മുൻപ് തന്നെ ഈ പൊതുമണ്ഡലത്തിലുള്ളതാണ്. 2025 ഒക്ടോബറിൽ അന്ന് ഹൈക്കോടതി പല രീതിയിലുള്ള വിമർശനങ്ങൾ PS പ്രശാന്തിനെതിരെ ഉന്നയിച്ചതാണ്. ഈ ഉന്നയിച്ച വിമർശനങ്ങൾക്കൊന്നും PS പ്രശാന്തിന് ആ ഘട്ടത്തിൽ പോലും കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മാസങ്ങൾക്ക് ഇപ്പുറം വരുമ്പോൾ ഇത്രയധികം വൈകിയാണ് PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്നതൊരു പ്രശ്നം തന്നെയാണ്. അവിടെ അന്വേഷണ സംഘത്തിനുണ്ടായിട്ടുള്ള വീഴ്ചകളോ മെല്ലെപ്പോക്കോ പരാമർശിക്കാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. ശാലിനി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രജിത്ത്. കാരണം തുടക്കം മുതൽ തന്നെ ഈ കേസിൽ നിർണായക പങ്ക് PS പ്രശാന്ത് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യം തന്നെയായിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. പിന്നീട് കോടതിയിൽ നടക്കം രൂക്ഷമായ വിമർശനം നേരിടേണ്ടതായി വന്നു. പിന്നീടാണ് ജൂൺ 29 റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ SIT സമർപ്പിച്ചപ്പോൾ ഹൈക്കോടതി അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴും ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കി PS പ്രശാന്ത് മുഖം രക്ഷിക്കൽ നടപടി തന്നെയായിരുന്നു സ്വീകരിച്ചത്. തന്റെ കാലത്തോ തനിക്ക് മുൻപോ തനിക്ക് ശേഷമോ ഒന്നും തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല, സ്വർണ്ണ കവർച്ച നടന്നിട്ടില്ല, സ്വർണ്ണ കവർച്ചയിൽ താൻ പങ്കാളിയല്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളായിരുന്നു നടത്തിയത്. പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ SITക്ക് മുൻപാകെ എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 2019 സ്വർണ്ണ കവർച്ച, 2025 സ്വർണ്ണ കവർച്ച. ഇതിൽ രണ്ടിലും കൃത്യമായി ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണ കവർച്ചയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തിന് പങ്കുണ്ട് എന്ന് SIT സ്ഥിരീകരിക്കുന്നത്, നിർണായകമായിട്ടുള്ള ഫോൺ രേഖകൾ, വ്യാജരേഖ ചമച്ചതിന്റെ അടക്കം പകർപ്പുകൾ കണ്ടുകെട്ടിയത്, ഇതൊക്കെ പ്രശാന്തിലേക്ക് പ്രതിപട്ടികയിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായത്. വ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഈ പറയുന്ന പത്മകുമാറിനും എൻ വാസുവിനും ശേഷം PS പ്രശാന്തും അറസ്റ്റിലേക്ക് എന്നുള്ളതാണ്. എന്തായാലും അതിന് കാത്തിരിക്കുകയാണ് കേരളം. ആകാംക്ഷ അതേപോലെ നിലനിൽക്കുന്നു. ഇന്ന് തന്നെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിട്ടുള്ള വിവരം.